നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുടെ ശത്രുവാക്കിയവർക്ക് എന്ത് കർമ്മയാണ് ലഭിച്ചതെന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. ഒരു 10 കാർഡിൻ്റെ സ്പ്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ബോട്ടം വന്നത് 6 of Wands ആണ്. The Moon, Queen of Cups, 2 of Wands, 10 of Swords, Knight of Cups, King of Cups, Death, 4 of Swords, 8 of Pentacles, Ace of Cups. ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. ആദ്യം വന്ന കാർഡ് മൂൺ കാർഡ് ആൻഡ് ക്യൂൺ ഓഫ് കപ്സ് കാർഡുകളാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ പ്രധാനമായും വളരെ ശക്തമായ മനസ്സിൽ നടക്കുന്ന ശിക്ഷയെ സൂചിപ്പിക്കുന്നു. ഇത് ശാരീരിക ശിക്ഷയല്ല, മറിച്ച് അവരുടെ സ്വന്തം മനസ്സും വികാരങ്ങളും തന്നെ അവരെ ശിക്ഷിക്കുന്നു. അവർ സൃഷ്ടിച്ച കള്ളങ്ങൾ, മന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ നുണകൾ അവരെ തന്നെ വേട്ടയാടുന്നു. ഭയം, ഉറക്കമില്ലായ്മ, സ്വപ്നങ്ങളിൽ പോലും നിങ്ങളുടെ സത്യത്തിൻ്റെ ഷാഡോ അവരെ വേട്ടയാടുന്നുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിച്ചതുപോലെ ഇപ്പോൾ അവരുടെ ഹൃദയം തകരുന്നു. അവർ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്കെതിരെ തിരിച്ചത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആയിരുന്നുവെങ്കിൽ അതേ മാനിപ്പുലേഷൻ അവരുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്നു. അവരെ ആരും വിശ്വസിക്കുന്നില്ല. ഈ വ്യക്തിയെ എല്ലാവരും സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. അവർക്ക് ലഭിച്ച ശിക്ഷ അവരുടെ സ്വന്തം മനസ്സിൻ്റെ ജയിലാണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ സ്വന്തം നുണകളും വികാരങ്ങളും തന്നെ അവരെ ദിവസേന വേദനിപ്പിക്കുന്നുണ്ട്. 2 of Wands ആൻഡ് 10 of Swords കാണിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനുള്ള ശ്രമങ്ങൾ വിജയകരമായി കാണുകയും നിങ്ങളുടെ ഭാവി അവരുടെ കയ്യിലാണെന്ന് കരുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ജീവനോടെ മരിച്ച അവസ്ഥയിലാണ്. അവരുടെ പ്ലാൻ, വഞ്ചന അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നു. അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായ തകർച്ചയാണ് കർമ്മ നൽകിയത്. നിങ്ങളെ വേദനിപ്പിച്ചതിന് തിരിച്ചവർക്ക് തന്നെ അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഈ തകർച്ച അവസാനമാണ്. അതിനുശേഷം അവർക്ക് പുതിയ തുടക്കം വേണമെങ്കിൽ വളരെ കഠിനമായി പ്രവർത്തിക്കേണ്ടി വരും. കിങ് ഓഫ് കപ്സ് ശക്തമായ ഒരു സന്ദേശം നൽകുന്നത് നിങ്ങളുടെ വ്യക്തി സ്നേഹപൂർണ്ണനായ ഒരു വ്യക്തിയാണെന്ന്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാവുന്നവർ, നല്ല ക്ഷമയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്ന, വേദനകളെ മനസ്സിലാക്കുന്നവരായിരുന്നുവെന്നും ഈ കാർഡ് പറയുന്നു. നിങ്ങളുടെ വ്യക്തി ശാന്തരും സ്നേഹമുള്ളവരുമായിരുന്നു. നിങ്ങളോട് ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉള്ളവരായിരുന്നു അവർ. നിങ്ങളുടെ വ്യക്തി ഇവരുടെ വഞ്ചനയെ തിരിച്ചറിയാൻ തുടങ്ങി എന്നത് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ ആഴത്തിലാക്കാൻ പോകുന്നു. നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ ശത്രുക്കളാക്കിയവർക്ക് അവരുടെ തെറ്റുകൾ അവരെ തിരിച്ചടിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തി അതിനെ പോസിറ്റീവ് ആയി മാറ്റുന്നു. നിങ്ങളോടുള്ള സ്നേഹം അവർ സ്ട്രോങ് ആക്കുന്നു. ഇത് നല്ലൊരു സൈനാണ്. അവരുടെ ഹൃദയം ഇപ്പോഴും നിങ്ങളുടെ കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയ ഡെത്ത് കാർഡ് അവരുടെ തന്ത്രങ്ങൾ, പ്ലാനുകൾ, വഞ്ചനകൾ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിച്ചത് എല്ലാം അവസാനിക്കുന്നു. അവർ കരുതിയതുപോലെ നിയന്ത്രണം കൈവശമാകില്ല. പകരം അവരുടെ സ്വന്തം ജീവിതത്തിലെ ഒരു വലിയ ഘട്ടം മരണപ്പെടുന്നു. അവരുടെ ബന്ധങ്ങൾ തകരുന്നു. അവർ വിശ്വസിച്ചിരുന്ന ആളുകൾ അവരെ ഉപേക്ഷിക്കുന്നു. അവരുടെ നിങ്ങളെ തോൽപ്പിച്ചു എന്ന തോന്നൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവർ നിങ്ങളുടെ ബന്ധത്തിന് മരണം വരുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിലോ ബന്ധങ്ങളിലോ അതേ തരത്തിലുള്ള അവസാനം വരുന്നു. യൂണിവേഴ്സിൻ്റെ നീതി ഇങ്ങനെയാണ്. നീ മറ്റൊരാളെ എന്തെങ്കിലും അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ നിൻ്റെ എന്തെങ്കിലും അവസാനിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗം, ചിലപ്പോൾ ബന്ധങ്ങൾ, മരണപ്പെടുന്നു. ഇതവർക്ക് അങ്ങേയറ്റം വേദനാജനകമാണ്. പക്ഷേ ഇത് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. 4 of Swords കാർഡ് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് അവരുടെ പ്രവൃത്തികളുടെ ഫലമായി അവരുടെ മനസ്സ് ശാന്തമല്ല. ഉറക്കമില്ലാത്ത രാത്രികൾ, അസ്വസ്ഥത, ഒറ്റപ്പെടൽ, അതായത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ കർമ്മഫലമായി അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെടുന്നു. അവർക്കിപ്പോൾ സ്വന്തം മനസ്സാണ് ഏറ്റവും വലിയ ശത്രു. അവർ നിങ്ങളെ തകർക്കാൻ ആണ് ശ്രമിച്ചത്. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കില്ലും കോൺഫിഡൻസും കൊണ്ട് സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. ഈ കാർഡ് പറയുന്നത് നിൻ്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കഴിവുകൾ പോളിഷ് ചെയ്യുക. അതാണ് അവർക്ക് നൽകാവുന്ന വലിയ റിവഞ്ച്. നൈറ്റ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് അവർ നിങ്ങളോട് ചെയ്ത ഇമോഷണൽ ഹാമിൻ്റെ ഫലമായി ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നു.
ചെയ്യുന്നു. അവർക്ക് സ്നേഹമോ സമാധാനമോ കിട്ടുന്നില്ല. മുന്നിൽ ഒരു പാത്രം നിറയെ സ്നേഹമുണ്ടെങ്കിൽ പോലും അവർ ദാഹിക്കുകയാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് മുന്നിൽ സ്നേഹം കാണുന്നുണ്ട്, പക്ഷേ അനുഭവിക്കാൻ ഭാഗ്യമില്ല. ഇത് ഏറ്റവും പെയിൻഫുൾ കാർമിക് ലിസണാണ്. അവർ അൺഹാപ്പിയായി തുടരുന്നു. നിന്നോട് ചെയ്തത് അവരെ തന്നെ തിരിച്ചടിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കൾക്ക് സ്നേഹവും സമാധാനവും ലഭിക്കുന്നില്ല. അവരുടെ പ്ലാനുകൾ ജീവിതം മുന്നോട്ട് പോകാതെ നിൽക്കുന്നു. മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ. ഇതാണ് അവർക്ക് ലഭിച്ച കർമ്മ. നിൻ്റെ വ്യക്തിയെ നിൻ്റെ ശത്രുവാക്കിയവർക്ക് ലഭിച്ച കർമ്മ. ഈ സ്പ്രെഡിൽ നിന്ന് ലഭിച്ച ഗൈഡൻസുകൾ ഇവയാണ്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.